നമ്മുടെ കേരളം മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നമ്മളിപ്പോൾ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നേയില്ല. നമ്മുടെ മറ്റു പല സംസ്ഥാനങ്ങളും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ബോധപൂർവം വിസ്മരിക്കുകയാണ്. നമ്മൾ ചരിത്രപരമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയിട്ടുള്ള നാടാണ്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ വലിയ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള നാടാണ്. എന്നാൽ 70 വർഷം കഴിയുമ്പോൾ, അല്ലെ 75 വർഷം കഴിയുമ്പോൾ ആ ഭൂപരിഷ്കരണത്തിന്റെ യഥാർത്ഥത്തിലുള്ള അന്തസ്സത്ത എന്തുദ്ദേശിച്ചാണ് നമ്മൾ അത് നടപ്പാക്കിയത്, ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും ഭൂമി ലഭിക്കുമെന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുമ്പോഴും സത്യം കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഭൂരഹിതരാണ്. അതിൽ മഹാഭൂരിപക്ഷം പേരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമാണ്. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എല്ലാം പാർപ്പിടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ജനായത്ത സർക്കാരുകൾ ഇപ്പോഴും ലക്ഷക്കണക്കിന് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കേരളത്തിൽ വീടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി 2 തവണ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലും തൊട്ടുമുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ മണ്ഡലത്തിലും ഒരര ദിവസം നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ 100 കണക്കിന് വീടുകളിൽ വൈദ്യുതി ഇല്ലാത്ത വീടുകൾ, ഓലമേഞ്ഞ വീടുകൾ, ടാർപോളിൻ കെട്ടിക്കിട വീടുകൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് സാമൂഹ്യ യാഥാർത്ഥ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകിയ 7200 കോടി രൂപ ലാപ്സാക്കിയതായി CNRAGയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. 7000 കോടിയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ, പരിഷ്കൃത സമൂഹമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ ലാപ്സാക്കി കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി പട്ടികജാതിക്കാർക്ക് അനുവദിക്കുന്ന ഫണ്ടിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. നാം സംവരണത്തെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തെ പട്ടികജാതിക്കാർ അവര് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംവരണത്തിന്, ഇവിടെ പുന്നല അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ സംവരണം, ഞങ്ങൾക്കും സംവരണം വേണമെന്ന് പല ആളുകളും ഇവിടെ പറയുന്നു എന്നുള്ളത്. അദ്ദേഹം അത് പൊതിഞ്ഞുകൊണ്ട് സംസാരിച്ചതാണ്. ഞാനത് കുറച്ചുകൂടി തുറന്നു പറയാം. ഇന്ത്യ രാജ്യത്തെ പട്ടികജാതിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംവരണത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ വേണ്ടി നമ്പർ 10 ജൻപതി രാജ്യം ഭരിച്ചപ്പോ ഒരു കരി നിയമം കൊണ്ടുവന്നു. രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് എന്ന പേരിൽ മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാരുടെയും സംവരണാനുകൂല്യം എടുത്തു കളയാനുള്ള, അത് കവർന്നെടുക്കാനുള്ള നീക്കം നടന്നപ്പോ അതിനെതിരെ ശരിയായ ഒരു ഉറച്ച നിലപാടെടുത്ത ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ MP-മാരായിട്ടുള്ളത് BJP-യിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ MP-മാരായിട്ടുള്ളത് BJP-യിലാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരായ MLA-മാരുള്ളത് BJP-യിലാണ്. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ളത് BJP-യിലാണ്. കേരളത്തിൽ ഒരു പട്ടികജാതി മന്ത്രിയില്ലെന്ന് KC പറയുകയുണ്ടായി, ശരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു അവസരം കിട്ടിയപ്പോ ഞങ്ങൾ എങ്ങനെയാണ് പട്ടികജാതി സമൂഹത്തെ ട്രീറ്റ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം പന്തളം നഗരസഭയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി. മഹാഭൂരിപക്ഷം വോട്ടർമാരും സവർണന്മാരായിട്ടുള്ള ഒരു മണ്ഡലമാണ് പന്തളം, എല്ലാവർക്കും അറിയാം. ആ മുനിസിപ്പാലിറ്റി ഞങ്ങൾ അവിടെ പരിഗണിച്ചത് ആദ്യമായ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ ഒരു പട്ടികജാതി വനിതയാണ്. അത് ജനറൽ സീറ്റായിട്ടും ഞങ്ങൾ പരിഗണിച്ചത് ഒരു പട്ടികജാതിക്കാരിയായിട്ടുള്ള വനിതയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ഭരണം കിട്ടിയപ്പോ
ഡെപ്യൂട്ടി മേയർ പദവി ഞങ്ങൾ നൽകിയത് അവിടെ 27 വനിതാ മെമ്പർമാരുണ്ടായിട്ടും ഞങ്ങൾ ഡെപ്യൂട്ടി മേയർ പദവി കൊടുത്തത് ഒരു പട്ടികജാതിക്കാരിയായിട്ടുള്ള വനിതയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. തിരുവനന്തപുരം നഗരത്തിന്റെ സോഷ്യൽ ഡെമോഗ്രഫി അറിയുന്നവർക്കെല്ലാം അറിയാം എന്തുകൊണ്ടാണ് മറ്റുള്ളവരാരും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. അവസരം കിട്ടിയിടത്തെല്ലാം പട്ടികജാതിക്കാരുടെ സ്വത്വം, അവരുടെ സംവരണാനുകൂല്യങ്ങൾ, അവരുടെ പുരോഗതി, അതിനുള്ള അവസരം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിസ്മരിച്ചു പോയ ഒരു കാര്യം, കേരളത്തിൽ പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിക്കുന്നവർ പോലും യഥാർത്ഥ പട്ടികജാതിക്കാരല്ല എന്നുള്ള വസ്തുത. 2 പാർലമെന്റ് മെമ്പർമാർ, കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പോയ 2 പാർലമെന്റ് മെമ്പർമാർ പട്ടികജാതിക്കാർ, യഥാർത്ഥ പട്ടികജാതിക്കാർക്ക് ലഭിക്കേണ്ട അവസരമാണ് 2 പാർലമെന്റ് അംഗങ്ങൾക്ക് നമ്മൾ യഥാർത്ഥ പട്ടികജാതിക്കാരല്ലാത്തവർക്ക് കേരളത്തിൽ MP സ്ഥാനം കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതായാലും വലതായാലും അത് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, രാജ്യം മുഴുവൻ പട്ടികജാതിക്കാർക്കെതിരെ അതിക്രമമാണ്. ഇതെല്ലാം വ്യാജ കണക്കുകളാണ്. 2ാം തവണയും രാംനാഥ് കോവിന്ദ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു പട്ടികവർഗക്കാരിയെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതിയാക്കാൻ, നമ്മുടെ ആണവ ബട്ടന്റെ താക്കോൽ ഏൽപ്പിക്കാൻ കരുത്ത് കാണിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി.